പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, Thrissur, near bus stand, Tripprayar. UDF സർക്കാരിന്റെ മന്ത്രിമാരുടെ അന്തിമ പട്ടിക തയ്യാറായി. മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഗവർണർക്ക് കൈമാറും. ലീഗിന് 5 മന്ത്രിമാർ, ജോസഫ് വിഭാഗത്തിന് 1 മന്ത്രി മാത്രം. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ചടങ്ങിൽ പങ്കെടുത്തേക്കും. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കുന്നത് UDF സർക്കാരിന് വെല്ലുവിളിയാകും. നിശ്ചിത ബസ്സുകളിൽ മാത്രം സൗജന്യ യാത്ര നൽകാൻ നീക്കം. വാടാനപ്പള്ളി പൊക്കുളങ്ങര ദേശീയപാതയിൽ നിർത്തിയിട്ട ടോറസ് ലോറിക്ക് പുറകിൽ കാറിടിച്ച് കാർ യാത്രക്കാരനായ യുവാവ് മരിച്ചു. ഏങ്ങണ്ടൂർ സ്വദേശി അരുണാണ് മരിച്ചത്. ദേശീയപാത ചാലക്കുടി പുഴമ്പാലത്തിൽ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. 4ാമത്തെ സ്ലാബ് ഉയർത്തി ബെയറിംഗുകൾ മാറ്റി തുടങ്ങി. 9 ദിവസത്തിനകം പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയുമെന്ന് കരാർ കമ്പനി അധികൃതർ. മുക്കുമണ്ഡം പണയം വെച്ച് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച 3 പേരെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുളം അന്നൂർ സ്വദേശികളായ ജിതിൻ, രവീന്ദ്രൻ, രാഹുൽ, മൃദുൽ എന്നിവരാണ് പോലീസ് പിടിയിലായത്. വാർത്തകൾ വിശദമായി. VD സതീശൻ സർക്കാരിലെ UDF മന്ത്രിമാരിലെ അന്തിമ പട്ടികയായി. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകും. ധനവകുപ്പിന് പുറമെ തുറമുഖ വകുപ്പും മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യും. സണ്ണി ജോസഫിന് റവന്യൂ വകുപ്പ് ലഭിക്കാനാണ് സാധ്യത. K മുരളീധരന് ആരോഗ്യവും, AP അനിൽകുമാറിന് ടൂറിസം, എക്സൈസ് വകുപ്പുകളും ലഭിച്ചേക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുത്തേക്കുമെന്നാണ് വിവരം. PC വിഷ്ണുനാഥനാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്തേക്കുള്ള സാധ്യത. CP ജോണിന് സഹകരണ വകുപ്പും ബിന്ദു കൃഷ്ണയ്ക്ക് സാമൂഹ്യനീതി വകുപ്പുമാണ് ലഭിക്കുക. കേരള കോൺഗ്രസിന് ഒറ്റമന്ത്രി സ്ഥാനവും ചീഫ് വിപ്പ് സ്ഥാനവും നൽകും. മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരുണ്ടാകും. PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, N ഷംസുദ്ദീൻ, PK ബഷീർ, VE അബ്ദുൾ ഗഫൂർ എന്നിവർ മന്ത്രിമാരാകും. സ്പീക്കർ സ്ഥാനത്തേക്ക് മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് ഷാനിമോൾ ഉസ്മാനെയും പരിഗണിക്കുന്നുണ്ട്. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. സത്യപ്രതിജ്ഞ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ചടങ്ങിൽ പങ്കെടുത്തേക്കും. തിങ്കളാഴ്ച രാവിലെ 10-ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ. 10 വർഷങ്ങൾക്ക് ശേഷം അധികാരത്തിൽ തിരിച്ചെത്തുന്നതിനാൽ ആഘോഷത്തിനും ആരവത്തിനും ഒട്ടും കുറവ് വരാത്ത രീതിയിലുള്ള ഒരുക്കത്തിലാണ് UDF. 1 ലക്ഷം പ്രവർത്തകരെങ്കിലും തലസ്ഥാനത്തെത്തുമെന്നാണ് പ്രതീക്ഷ. സത്യപ്രതിജ്ഞാ പന്തലിലേക്കുള്ള പ്രവേശനം പാസ് മൂലം നിയന്ത്രിക്കും. 30,000-ഓളം പേർക്ക് പന്തലിൽ ഇരുന്ന് ചടങ്ങ് വീക്ഷിക്കാനാകും. പന്തലിന്റെ വശങ്ങളിൽ വീഡിയോ വാൾ ഒരുക്കുന്നതിനൊപ്പം തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ വലിയ സ്ക്രീനുകൾ സ്ഥാപിക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി MP എന്നിവർ ചടങ്ങിന് സാക്ഷികളാകും. കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിമാരും എത്തും. ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരുടെ സാന്നിധ്യവും പ്രതീക്ഷിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം മന്ത്രിമാർ ലോക്ഭവനിൽ ഗവർണറുടെ സൽക്കാരത്തിനായി പോകും. പിന്നീട് മന്ത്രിസഭാ യോഗം ചേർന്ന് നിയമസഭ ചേരുന്നതിനുള്ള ശുപാർശ ഗവർണർക്ക് സമർപ്പിക്കും. ന്യൂസ് ഡെസ്ക് TCV. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കുന്നത് UDF സർക്കാരിന് വെല്ലുവിളിയാകും. സൗജന്യം നിശ്ചിത ബസ്സുകളിൽ മാത്രമായി പരിമിതപ്പെടുത്തുക, വനിതകൾക്ക് മാത്രമായി ബസ്സുകൾ നിരത്തിലിറക്കി അതിൽ സൗജന്യം നൽകുക എന്നീ നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. യാത്രാ സൗജന്യം ഏർപ്പെടുത്തുന്നതിന്റെ ആദ്യപടിയായി KSRTCയിൽ സ്ത്രീ യാത്രക്കാരുടെ കണക്കെടുത്തിരുന്നു. 50% യാത്രക്കാരും വനിതകളാണെന്ന് 3 ദിവസത്തെ കണക്കെടുപ്പിൽ വ്യക്തമായി. വെള്ളി, തിങ്കൾ ദിവസങ്ങളിലാണ് കൂടുതൽ വരുമാനം ലഭിക്കുന്നത്. ശരാശരി 7.53 കോടി രൂപയാണ് ദിവസ വരുമാനം. ടിക്കറ്റ് വരുമാനത്തിൽ 3.75 മുതൽ 4.25 കോടി വരെ വനിതാ യാത്രക്കാരിൽ നിന്നാണ്.
ഏപ്രിലിൽ KSRTCയുടെ ടിക്കറ്റ് വരുമാനം 226.84 കോടി രൂപയായിരുന്നു. ടിക്കറ്റ് ഇതര വരുമാനമായി 26.34 കോടിയും ലഭിച്ചു. KSRTCയുടെ എല്ലാ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകിയാൽ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ 100 കോടി രൂപയിലേറെ അധികമായി കണ്ടെത്തേണ്ടി വരും. ഇപ്പോൾ തന്നെ ശമ്പളം നൽകാൻ സർക്കാർ പ്രതിമാസം 50 കോടി രൂപ KSRTCക്ക് നൽകുന്നുണ്ട്. സൗജന്യം നിശ്ചിത ബസ്സുകളിൽ മാത്രമായി പരിമിതപ്പെടുത്തുക, വനിതകൾക്ക് മാത്രമായി ബസ്സുകൾ നിരത്തിലിറക്കി അതിൽ സൗജന്യം നൽകുക എന്നീ നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. വാഗ്ദാനത്തിൽ നിന്ന് പിന്നോട്ടു പോയാൽ സമര പരമ്പരകൾ തന്നെ പ്രതീക്ഷിക്കാം. എന്നാൽ സൗജന്യ യാത്ര ഏത് രീതിയിൽ നടപ്പിലാക്കുമെന്നതാണ് UDF സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളി. യാത്രാ സൗജന്യം നൽകാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ സമ്മർദ്ദവുമായി സ്വകാര്യ ബസ് ഉടമകളും രംഗത്തുണ്ട്. TCV ന്യൂസ്, തൃശൂർ. വാടാനപ്പള്ളി പുക്കുളങ്ങര ദേശീയപാതയിൽ നിർത്തിയിട്ട ടോറസ് ലോറിക്ക് പുറകിൽ കാറിടിച്ച് കാർ യാത്രക്കാരനായ യുവാവ് മരിച്ചു. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഏങ്ങണ്ടിയൂർ സ്വദേശി ഊണങ്ങൽ സുരേഷിന്റെ മകൻ 27 വയസ്സുള്ള അരുണാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന വാടാനപ്പള്ളി പാപ്പുണ്ണി ക്ഷേത്രത്തിനു സമീപം താമസിക്കുന്ന മണ്ണാമ്പുറത്ത് ഭവിൻ ബാബു, വാടാനപ്പള്ളി ബീച്ച് റോഡിൽ താമസിക്കുന്ന കാര്യാട്ട് രാജന്റെ മകൻ ശ്രീരാഗ്, ഇടശ്ശേരി പുളിയംതുരുത്ത് സ്വദേശി വാക്കാട്ട് ആശ്രിത് എന്നിവർക്കാണ് പരിക്ക്. പരിക്കേറ്റവരെ ഒളരി മദർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന ദേശീയപാതയിലെ പുഴമ്പാലത്തിൽ 4ാമത്തെ സ്ലാബ് ഉയർത്തി ബെയറിംഗുകൾ മാറ്റി തുടങ്ങി. 20ഓളം ബെയറിംഗുകൾ ഇതിനകം മാറ്റി സ്ഥാപിച്ചു. അവശേഷിക്കുന്ന 3 സ്ലാബുകളിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി. 9 ദിവസത്തിനകം പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയുമെന്ന് GIPL ഉദ്യോഗസ്ഥർ പറഞ്ഞു. കഴിഞ്ഞ മെയ് 9-നായിരുന്നു 6.5 പതിറ്റാണ്ട് പഴക്കമുള്ള ദേശീയപാതയിലെ പഴയ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയത്. സ്ലാബുകൾ ഉയർത്തുന്ന വേളകളിൽ ഒഴികെ മറ്റെല്ലാ സമയത്തും ഒരു വശത്തുകൂടി വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. ഞായറാഴ്ച മണിക്കൂറുകളോളം ഒറ്റവരിയായാണ് വാഹനങ്ങൾ കടത്തിവിട്ടത്. പ്രവൃത്തികളില്ലാത്ത രാത്രിയിലും ഒരു ഭാഗത്തുകൂടി വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. ശനിയാഴ്ച മണിക്കൂറുകളോളം എറണാകുളം തൃശൂർ ദിശയിൽ വലിയ വാഹനക്കുരുക്ക് അനുഭവപ്പെട്ടു. മധ്യകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാലക്കുടി പാലത്തിൽ 1999 കാലഘട്ടത്തിലും ഇത്തരത്തിൽ ബെയറിംഗുകൾ മാറ്റേണ്ടി വന്നു. എന്നാൽ അക്കാലത്ത് തൃശൂർ, എറണാകുളം ജില്ലകൾ നിശ്ചലമായ വാഹനക്കുരുക്കാണ് അനുഭവപ്പെട്ടത്. ദേശീയപാത 4 വരിയല്ലാതിരുന്നതും ഗ്രാമ റോഡുകളുടെ വികസനം ഇല്ലാതിരുന്നതും അന്ന് നാട്ടുകാരെ വലിയ ദുരിതത്തിലാക്കിയിരുന്നു. മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച 3 പേരെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുളം അഞ്ഞൂർ സ്വദേശികളായ മുട്ടിൽ വീട്ടിൽ ജിതിൻ രവീന്ദ്രൻ, മങ്കട വീട്ടിൽ രാഹുൽ, കോരങ്ങാട്ട് മൃദുൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാവക്കാട് പഞ്ചാരമുക്ക് തച്ചപ്പുള്ളി നിധി ലിമിറ്റഡിലെത്തി 1.25 പവൻ തൂക്കമുള്ള വള പണയം വെച്ച് 1 ലക്ഷം രൂപ ആവശ്യപ്പെടുകയായിരുന്നു. 916 ഹോൾമാർക്ക് സീലോടുകൂടിയ സ്വർണമാണെന്ന് പറഞ്ഞാണ് ഇവർ സ്ഥാപനത്തിലെത്തിയത്. സംശയം തോന്നിയ സ്ഥാപന ഉടമ മനോജ് തച്ചപ്പുള്ളി സ്വർണം പരിശോധിച്ചപ്പോൾ അതിൽ അപാകത കണ്ടെത്തി. യുവാക്കളെ സ്ഥാപനത്തിനുള്ളിൽ തടഞ്ഞുവച്ച് അകത്തുനിന്ന് വാതിൽ പൂട്ടി പോലീസിന് വിവരമറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രതികളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. നാട്ടികയിൽ ഉറക്കത്തിനിടയിൽ വിദ്യാർത്ഥിനിക്ക് പാമ്പുകടിയേറ്റു. നാട്ടിക സ്വദേശിനി വടയേരി വീട്ടിൽ വൈശാഖ് മകൾ 15 വയസ്സുള്ള വൈഗ ലക്ഷ്മിക്കാണ് പാമ്പുകടിയേറ്റത്. കുട്ടിയെ ആക്ട്സ് പ്രവർത്തകർ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവല്ലോമല പറക്കൂട്ടുകാവിൽ മോഷണം. 4 സ്റ്റീൽ റാഡുകൾ മോഷണം പോയി. താമ്പൂല പ്രശ്നത്തിൽ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് വാഹനങ്ങൾ കയറരുതെന്ന് നിർദ്ദേശിച്ചതിനെ തുടർന്ന് സ്ഥാപിച്ചിരുന്ന റാഡുകളാണ് ഇന്നലെ രാത്രിയിൽ മോഷണം പോയത്. ഉപദേശക സമിതി ദേവസ്വം ഓഫീസർക്ക് പരാതി നൽകി. കൊടുങ്ങല്ലൂരിൽ തട്ടുകടയിൽ തീപിടുത്തം. വടക്കേനടയിൽ വില്ലേജ് ഓഫീസ് പരിസരത്തുള്ള പ്രിയം ഫാസ്റ്റ് ഫുഡിലാണ് തീപിടുത്തമുണ്ടായത്. പാചകത്തിന് ഉപയോഗിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറിൽ നിന്നാണ് തീ പടർന്നത്. നാട്ടുകാരും ജീവനക്കാരും ചേർന്ന് തീ അണച്ചു. കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. തീപിടുത്തത്തിൽ തട്ടുകടയിലെ സാമഗ്രികൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ സംസ്ഥാന നേതൃയോഗം തൃശൂരിൽ നടന്നു. തൃശൂർ മോത്തിമഹൽ റെസിഡൻസിയിൽ നടന്ന യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ്, മുൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോസ് തെറ്റയിൽ, സംസ്ഥാന സെക്രട്ടറി സാബു ജോർജ്, വി മുരുകദാസ്, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന തലത്തിൽ LDF-നേറ്റ തിരിച്ചടികളും പാർട്ടിക്കേറ്റ തിരിച്ചടികളും യോഗം ചർച്ച ചെയ്തു.
നോയിഡയിലെ തൊഴിലാളി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡിനെതിരെയും വടക്കാഞ്ചേരിയിൽ CITU കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. CITU ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർമാനുമായ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CITU വടക്കാഞ്ചേരി കോർഡിനേഷൻ ചെയർമാൻ KP മദനൻ അധ്യക്ഷത വഹിച്ചു. CITU നേതാക്കളായ KM മൊയ്തു, NK പ്രമോദ് കുമാർ, MJ ബിനോയ്, PK വാസുദേവൻ തുടങ്ങിയവരും സംസാരിച്ചു. CBSE 12ാം ക്ലാസ് കൊമേഴ്സ് പരീക്ഷയിൽ കൊടകര സരസ്വതി വിദ്യാധികേന്ദ്രൻ സ്കൂളിൽ നിന്ന് 94% മാർക്ക് നേടി സ്കൂൾ ടോപ്പറായി വിജയിച്ച ചിന്മയ പ്രിൻസിനെ കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് AB പ്രിൻസിന്റെ മകളായ ചിന്മയയെ DCC ജനറൽ സെക്രട്ടറി KM ബാബുരാജ്, പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുധൻ കാരയിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ചെമ്പൂച്ചിറയിലെ വീട്ടിലെത്തിയാണ് കോൺഗ്രസ് പ്രവർത്തകർ അനുമോദിച്ചത്. പൈങ്കേൽ സജീവ് കുമാർ, നൌഷാദ് കല്ലുപറമ്പിൽ, പിയൂസ് ഇഞ്ചക്കുണ്ട്, ബെന്നി തൊണ്ടുങ്ങൽ എന്നിവർ സന്നിഹിതരായിരുന്നു. മഴയുള്ളപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ മുന്നറിയിപ്പുമായി മോട്ടോർ വാഹന വകുപ്പ്. മഴയുള്ളപ്പോൾ വാഹനം പതിയെ ഓടിക്കണമെന്നും അകലം പാലിച്ചുള്ള ഡ്രൈവിംഗ് ആണ് സുരക്ഷിതമെന്നും MVD കുറിക്കുന്നു. റോഡിൽ വെള്ളക്കെട്ടുള്ളപ്പോൾ അതിനു മുകളിലൂടെ വേഗത്തിൽ വാഹനം ഓടിക്കരുത്. ഇത് അത്യന്തം അപകടകരമായ ജലപാളി പ്രവർത്തനത്തിന് കാരണമായേക്കാം. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റു വാഹനങ്ങളിൽ നിന്ന് അകലം പാലിച്ചോടിക്കണം. വെള്ളം കവിഞ്ഞൊഴുകുന്ന പാലങ്ങളിലൂടെയോ റോഡിലൂടെയോ ഡ്രൈവ് ചെയ്യരുത്. ശക്തമായ മഴയത്ത് മരങ്ങളോ മറ്റ് ഇലക്ട്രിക് ലൈനുകളോ ഇല്ലാത്ത റോഡരികിൽ ഹസാർഡ് വാർണിംഗ് ലാമ്പ് ഓൺ ചെയ്ത് സുരക്ഷിതമായി പാർക്ക് ചെയ്യുക. മഴക്കാലത്ത് സഡൻ ബ്രേക്കിംഗ് ഒഴിവാക്കുന്ന രീതിയിൽ വാഹനമോടിക്കുന്നത് വാഹനം തെന്നിമാറുന്നത് ഒഴിവാക്കും. തീർത്തും ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വെള്ളക്കെട്ടിലൂടെ പോകേണ്ടി വരുമ്പോൾ ഫസ്റ്റ് ഗിയറിൽ മാത്രം ഓടിക്കുക. ഈ അവസരത്തിൽ വണ്ടി നിൽക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും വീണ്ടും സ്റ്റാർട്ട് ചെയ്യാതെ വണ്ടിയിൽ നിന്നും ഇറങ്ങി തള്ളി മാറ്റാൻ ശ്രമിക്കണം. മഴക്കാലത്ത് ട്രാഫിക് ബ്ലോക്ക് കൂടും. വേഗത കൂട്ടാതെ സമയം കണക്കാക്കി മുൻകൂട്ടി യാത്ര തിരിക്കുക. പാർക്ക് ചെയ്തിട്ടുള്ള വാഹനത്തിൽ വെള്ളം കയറിയെങ്കിൽ ഒരു കാരണവശാലും സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കരുത്. സർവീസ് സെന്ററിൽ അറിയിക്കുക. വാഹനത്തിന്റെ ടയർ അടക്കമുള്ള ഭാഗങ്ങളുടെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തണം. മഴക്കാലത്ത് ഗൂഗിളിനെ മാത്രം ആശ്രയിച്ച് വാഹനം ഓടിക്കുന്നത് ഒഴിവാക്കണമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുന്നു. ന്യൂസ് ഡെസ്ക് TCV. ഇടവേള. Discover la Vraico there, la crème de la fraîcheur. French Diary Ice Creams, a taste factory. വാർത്തകൾ തുടരുന്നു. 2026 ജാതിക്കുമ്മി കവിതാ പുരസ്കാരം ഡെറി പോൾ രചിച്ച മൺപാത്രങ്ങളെക്കുറിച്ച് എന്ന കവിതയ്ക്ക് ലഭിച്ചു. കവി തിലകൻ പണ്ഡിറ്റ് KP കറുപ്പന്റെ ഓർമ്മയ്ക്കായി ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാല ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് ജാതിക്കുമ്മി കവിതാ പുരസ്കാരം. വടക്കേക്കാട് കല്ലൂർ സ്വദേശിയായ TM ഡെറി പോൾ കേരളവർമ്മ കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് ഗവേഷക വിദ്യാർത്ഥിയാണ്. 10,001 രൂപയും ശിലാഫലകവും ഫലവൃക്ഷത്തൈയും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ മാസം 24 വൈകിട്ട് പണ്ഡിറ്റ് കറുപ്പന്റെ 142ാമത് ജന്മദിനത്തിൽ ആനാപ്പുഴയിൽ കല്യാണദായി സഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്മൃതി സമ്മേളനത്തിൽ MLA അഡ്വക്കേറ്റ് OJ ജനീഷ് പുരസ്കാര സമർപ്പണം നടത്തും. ഗോവയിൽ നടന്ന 1ാമത് ലോക മാസ്റ്റേഴ്സ് പവർ ഗെയിംസ് ലോക പഞ്ചഗുസ്തി മത്സരത്തിൽ മത്സരങ്ങൾ നിയന്ത്രിച്ച CS സൗമ്യ ഇന്ത്യയിൽ നിന്നും ആദ്യത്തെ വനിതാ റഫറിയായി. ദേശീയ പഞ്ചഗുസ്തി മത്സരം, ഇന്ത്യ പോലീസ് മീറ്റ് എന്നീ മത്സരങ്ങൾ നിയന്ത്രിച്ച കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ റഫറി കൂടിയാണ് ചെമ്പൂത്ര ചെമ്പാനിപ്പുറത്ത് സുധാകരൻ ശാന്ത ദമ്പതികളുടെ മകളായ. തിരുവല്ലോമല കിണറ്റിൽക്കര പാടശേഖരത്തിൽ വിരിപ്പു കൃഷിക്ക് തുടക്കം. പഞ്ചായത്ത് പ്രസിഡന്റ് P. കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ രാധാകൃഷ്ണൻ, സ്മിത സുകുമാരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബേബി രജിത, പത്മിനി എന്നിവർ സംസാരിച്ചു.
മാപ്രാണം വാതിൽമാടം ദുരിതബാധിത മേഖലയിലെ താമസക്കാർക്ക് ഇനി മുതൽ ആശ്വാസം. പുതിയ ഭൂമിയുടെ ആധാരം CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി LR ജീവൻലാൽ കുടുംബാംഗങ്ങൾക്ക് കൈമാറി. കാലവർഷ സമയത്ത് മണ്ണിടിച്ചിൽ മൂലം വീടിനും ജീവനും ഭീഷണി നേരിട്ടിരുന്ന മാപ്രാണം വാതിൽമാടം നിവാസികളായ 3 കുടുംബങ്ങൾക്ക് മുൻ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയും ഇരിങ്ങാലക്കുട MLAയുമായിരുന്ന ഡോക്ടർ R ബിന്ദുവിന്റെ ഇടപെടലിലൂടെ പുതിയ സ്ഥലം കണ്ടെത്താനായി 6 ലക്ഷം രൂപയും വീട് വയ്ക്കാൻ 4 ലക്ഷം രൂപയും രണ്ടാം പിണറായി സർക്കാർ അനുവദിച്ചിരുന്നു. എന്നാൽ ധനസഹായത്തിന് അർഹരായ 3 കുടുംബങ്ങളിലും അസുഖബാധിതരായ ആളുകൾ ഉണ്ടായിരുന്നതിനാൽ രജിസ്ട്രേഷനു വേണ്ടി ഒരു വീട്ടുകാർക്ക് വരുമായിരുന്ന 1/2 ലക്ഷം രൂപയുടെ ചെലവ് വഹിക്കാനാകുമായിരുന്നില്ല. ഈ വിവരം വാർഡ് കൌൺസിലർ ലേഖ ഷാജൻ വഴി CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി RL ജീവൻലാലിനെ അറിയിച്ചു. തുടർന്ന് CPM ലോക്കൽ കമ്മിറ്റി വിഷയം ഏറ്റെടുക്കുകയും രജിസ്ട്രേഷന് വേണ്ടിയുള്ള 1.5 ലക്ഷം രൂപ പൊറത്തുശ്ശേരി കാർണിവലിലൂടെ സമാഹരണം കണ്ടെത്തി ഭൂമിയുടെ രജിസ്ട്രേഷൻ നടത്തി ആധാരം കുടുംബങ്ങൾക്ക് കൈമാറി. പെരിങ്ങോട്ടുകര GHS സ്കൂളിലെ +2 ആദ്യ ബാച്ചിന്റെ കുടുംബസംഗമം തൃശൂരിൽ നടന്നു. തൃശൂർ MG റോഡിലുള്ള മോത്തി മഹൽ ഹാളിൽ നടന്ന കുടുംബസംഗമം കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപക അംഗം അഡ്വക്കേറ്റ് AD ബെന്നി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് KN വിവാഗ് അനന്തൻ അധ്യക്ഷത വഹിച്ചു. കേരള വിഷൻ ഡയറക്ടർ PP ഓം പ്രകാശ്, TH പീതാംബരൻ, PG അജയ്കുമാർ, P ലീല, PV വിനോദ് കുമാർ, ബിജു ഓം പ്രകാശ്, NV ഷാജു, ഷിലിൻ പൊയ്യാറ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ +2 ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച അധ്യാപകൻ മഹാലിംഗം മാസ്റ്ററേയും അധ്യാപകരായ സിന്ധു കൃഷ്ണകുമാർ, ശ്രീവിദ്യ മനോജ് എന്നിവരെയും ആദരിച്ചു. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കരിയന്നൂർ 19-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 1ാമത് വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി PT അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ NK കബീർ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PS സുനീഷ്, UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MM നിഷാദ്, കോൺഗ്രസ് ഭാരവാഹികളായ അലി അസ്കർ, KB ഹൈദർ എന്നിവർ പങ്കെടുത്തു. ഉദ്ഘാടന മത്സരത്തിന് മുമ്പായി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം നാട്ടിക പഞ്ചായത്തിലെ 100 ദിനം പൂർത്തീകരിച്ച 73 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഗംബൂട്ട് വിതരണം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി ഉദ്ഘാടനം ചെയ്തു. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P വിനു അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, പഞ്ചായത്ത് സെക്രട്ടറി ഹേമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ICDS പ്രോജക്ട് പോഷൻ പഖ്വാഡ പദ്ധതി സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രുതി ലാലു അധ്യക്ഷത വഹിച്ചു. CDPO A റോഷ്നി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലത മോഹൻ, ഡിവിഷൻ മെമ്പർ സിജി, ബ്ലോക്ക് സെക്രട്ടറി അൻസാർ അഹമ്മദ്, ഡോക്ടർ ആശ, നഴ്സ് ബിസി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന അവധിക്കാല വോളിബോൾ കോച്ചിംഗ് ക്യാമ്പിന്റെ സമാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ് നിർവഹിച്ചു. 14 വയസ്സിൽ താഴെയുള്ള 80 കുട്ടികളാണ് കോച്ചിംഗ് ക്യാമ്പിൽ പങ്കെടുത്തത്. വൈസ് ചെയർമാൻ TU സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി CG അജിത് കുമാർ, ട്രഷറർ TR ദില്ലിരത്നം, പ്രൊഫസർ VK സരസ്വതി, കോച്ച് PC രവി, സഹപരിശീലകൻ ജിതേഷ് ജോഷി എന്നിവർ സംസാരിച്ചു. മരത്തംകോട് സന്മനസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനോദ്ഘാടനം സാമൂഹ്യ പ്രവർത്തകൻ കരീം പന്നിത്തടം നിർവഹിച്ചു. യോഗത്തിൽ ട്രസ്റ്റ് ചെയർമാൻ KK സൈഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ KE അബുദാഹിർ, ട്രഷറർ അലി ഹാജി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഹബീബ് കോയ തങ്ങൾ, അനസ് AY, ഗഫൂർ KK, സിദ്ദിഖ് NK, നൂറുദ്ദീൻ NK എന്നിവർ സംസാരിച്ചു.
ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഒന്നാമത് ജൂനിയർ വോളിബോൾ ടൂർണമെന്റിൽ വോളി ക്ലബ് മമ്പാട് ജേതാക്കളായി. എതിരില്ലാത്ത 2 സെറ്റുകൾക്ക് GCC ചാലിശ്ശേരിയെ പരാജയപ്പെടുത്തിയാണ് വോളി ക്ലബ് മമ്പാട് കിരീടം സ്വന്തമാക്കിയത്. വിജയികൾക്ക് GCC ക്ലബ് സെക്രട്ടറി ജിജു ജേക്കബ്, ട്രഷറർ AM ഇക്ബാൽ, ജോയിന്റ് സെക്രട്ടറി ഹമീദ് തുറയ്ക്കൽ, എക്സിക്യൂട്ടീവ് അംഗം ഉമ്മർ, വോളിബോൾ കോച്ച് നാസർ പാറമേൽ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പോർഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജില്ലാ കുടുംബസംഗമം അരിമ്പൂരിൽ നടന്നു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി TI സുരേഷ് വെങ്കിടങ്ങ് അധ്യക്ഷത വഹിച്ചു. സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും തിരിച്ചറിയൽ കാർഡ് വിതരണവും നടന്നു. പോർഫ ജില്ലാ പ്രസിഡന്റ് ഷിധു ഏങ്ങടിയൂർ, സംസ്ഥാന കമ്മിറ്റി ചെയർമാൻ ബഷീർ കാപ്പാട്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഖാലിദ് കൊളവയൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ സലിജ സന്തോഷ്, അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CL ജോൺസൺ, വൈസ് പ്രസിഡന്റ് നവ്യ അഖിൽ എന്നിവർ സംസാരിച്ചു. തനിച്ച് താമസിക്കുന്ന വയോധികയെ വീട്ടിലെ വരാന്തയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ദേശമംഗലം മേലെ തലശ്ശേരിയിൽ താമസിക്കുന്ന പുത്തൻപീടികയിൽ പരേതനായ മുഹമ്മദ് ഭാര്യ 71 വയസ്സുള്ള ആയിഷയാണ് മരിച്ചത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട്. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ചാഴൂർ പഞ്ചായത്ത് വിശ്വകർമ്മ സർവീസ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും സമ്മേളനവും സംഘടിപ്പിച്ചു. ചാഴൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സംഗമം മാധ്യമപ്രവർത്തകയും സാഹിത്യകാരിയുമായ ജ്യോതിരാജ് തെക്കൂട്ട് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KK പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. ആലുവ വിശ്വബ്രാഹ്മ വൈദിക വിദ്യാപീഠം ആചാര്യ ശശീന്ദ്രൻ വാദ്യാർ, വാർഡ് മെമ്പർ പുഷ്പ TV എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. കേരള ഗവൺമെന്റ് ഹെൽത്ത് സർവീസ് ഹെഡ് നഴ്സായ ഇന്ദിരാ ബാബുവിനെ ആദരിച്ചു. സുബ്രഹ്മണ്യൻ പുള്ള, നന്ദൻ ഇഞ്ചമുടി, TN രാമചന്ദ്രൻ, TN മണികണ്ഠൻ, സെക്രട്ടറി ലിഖിത് കുമാർ, ട്രഷറർ ശക്തിധരൻ, CV ഉണ്ണിരാജൻ എന്നിവർ സംസാരിച്ചു. ഷൊർണൂർ അഗ്നിരക്ഷാ ഓഫീസിലേക്ക് കഴിഞ്ഞ 25 ദിവസമായി നിരന്തരമായി ഒരാൾ ഫോൺ വിളിച്ച് ശല്യം ചെയ്യുന്നതായി ഫയർ ഉദ്യോഗസ്ഥരുടെ പരാതി. രാത്രിയിൽ ഈ കോൾ കാരണം ഫോൺ എൻഗേജ്ഡ് ആയതിനെ തുടർന്ന് പല കോളുകളും മിസ്സിംഗ് ആയി പോകുന്നതായി അഗ്നിരക്ഷാ ഓഫീസർ അറിയിച്ചു. ഇക്കാര്യം പോലീസിനെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഏകദേശം 25 ദിവസങ്ങളായി ഷൊർണൂർ അഗ്നിരക്ഷാ ഓഫീസിലെ ടെലിഫോൺ നമ്പറിലേക്കും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ എമർജൻസി നമ്പറായ 101ലേക്കുമാണ് നിരന്തരമായി വിളിക്കുന്നത്. ഞാൻ അതിന്റെ ഗ്രൂപ്പിൽ ഞാൻ ചേർന്നതാണ്. ഞാൻ കാട്ടിക്കുന്നറിയോ, ഞാൻ ഒരു ദിവസം നോക്കി മാന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് സ്റ്റാറ്റസിൽ കിട്ടി. ഏതോ ആളെ സ്റ്റാറ്റസിൽ കിട്ടി. ഞാൻ ലിങ്കിലത് ക്ലിക്ക് ചെയ്ത അത് ഗ്രൂപ്പിൽ നേരെ ഗ്രൂപ്പിൽ അതായി ഗ്രൂപ്പിൽ അതായി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തിരുവല്ലോമല യൂണിറ്റ് പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KSA മജീദ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി P നാരായണൻകുട്ടി, C രാജൻ, PS ലോകനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരുന്ന തെയ്യന്റെ മരണാനന്തര സഹായം ചടങ്ങിൽ വിതരണം ചെയ്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അരിമ്പൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KA മാർട്ടിൻ അധ്യക്ഷനായിരുന്നു. ഭദ്രം പദ്ധതിയിൽ അംഗമായിരുന്ന PL ദേവസ്യക്കുട്ടിയുടെ കുടുംബത്തിന് മരണാനന്തര സഹായമായി 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CL ജോൺസൺ, സംഘടനാംഗങ്ങളായ CP പോൾ, P വേണുഗോപാൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. യൂണിറ്റ് സെക്രട്ടറി ബിജോ തോമസ്, ട്രഷറർ രതീഷ് OR, ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ തുടങ്ങിയവർ സംസാരിച്ചു. എളവള്ളി പഞ്ചായത്തിലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. പഞ്ചായത്ത് പ്രസിഡന്റ് KU സ്മിത മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. എളവള്ളി മമ്മായി സെന്ററിൽ നടന്ന യോഗത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചിത്ര രതീഷ് അധ്യക്ഷത വഹിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PG സുബിദാസ്, കുടുംബശ്രീ ചെയർപേഴ്സൺ MG പ്രശാന്തി, ഹെൽത്ത് ഇൻസ്പെക്ടർ ഹാരിസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ES ശ്രീകാന്ത്, അജ്മൽ K ജബ്ബാർ, ജിഹാസ് എന്നിവർ സംസാരിച്ചു.
ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,385 രൂപ, പവന് 1,15,080 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG റോഡ്, തൃശൂർ. നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. UDF സർക്കാരിന്റെ മന്ത്രിമാരുടെ അന്തിമ പട്ടിക തയ്യാറായി. മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഗവർണർക്ക് കൈമാറും. ലീഗിന് 5 മന്ത്രിമാർ, ജോസഫ് വിഭാഗത്തിന് 1 മന്ത്രി മാത്രം. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ചടങ്ങിൽ പങ്കെടുത്തേക്കും. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കുന്നത് UDF സർക്കാരിന് വെല്ലുവിളിയാകും. നിശ്ചിത ബസ്സുകളിൽ മാത്രം സൗജന്യ യാത്ര നൽകാൻ നീക്കം. വാടാനപ്പള്ളി പൊക്കുളങ്ങര ദേശീയപാതയിൽ നിർത്തിയിട്ട ടോറസ് ലോറിക്ക് പുറകിൽ കാറിടിച്ച് കാർ യാത്രക്കാരനായ യുവാവ് മരിച്ചു. ഏങ്ങണ്ടിയൂർ സ്വദേശി അരുണാണ് മരിച്ചത്. ദേശീയപാത ചാലക്കുടി പുഴമ്പാലത്തിൽ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. 4ാമത്തെ സ്ലാബ് ഉയർത്തി ബെയറിംഗുകൾ മാറ്റി തുടങ്ങി. 9 ദിവസത്തിനകം പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയുമെന്ന് കരാർ കമ്പനി അധികൃതർ. മുക്കുവണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച 3 പേരെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുളം അഞ്ഞൂർ സ്വദേശികളായ ജിതിൻ രവീന്ദ്രൻ, രാഹുൽ, മൃദുൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.